വിർച്വൽ പ്രൊഡക്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പാണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റുഡിയോ റിഗാണ്. സോ ബേസിക്കലി നമ്മൾ അതിലേക്ക് വരുമ്പം നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ തന്നെ വേണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ. ഈവൻ റൈറ്റ് ഫ്രം സെറ്റിംഗ് അപ്പ് ദ സ്റ്റുഡിയോ ടു നമ്മളുടെ പ്രൊഡക്ഷൻസ് നടക്കുമ്പോഴും ഒക്കെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വൈറ്റലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ള വെർച്വൽ പ്രൊഡക്ഷനിൽ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റുഡിയോ സെറ്റപ്പ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വീഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസ് അല്ലെങ്കിൽ സ്വീഡൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, വെർച്വൽ പ്രൊഡക്ഷൻ സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മളുടെ ഈ ഒരു അഹല്യയുടെ ഈ ഒരു പുതിയ സംരംഭത്തിന് എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുക. VP നോർഡിക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റുഡിയോയുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അവരുടെ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതായത് വെർച്വൽ സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വെർച്വൽ പ്രൊഡക്ഷൻ സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയുള്ള പല പ്രൊഫഷണൽസും അവരുമായിട്ടുള്ള കൺസൾട്ടേഷനിലാണ് നമ്മളുടെ സ്റ്റുഡിയോയും ഗ്രൗണ്ട് അപ്പിൽ കൊണ്ടുവരുന്നത്. സോ ബേസിക്കലി നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി വിൽ ഗെറ്റ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഫ്രം ദം. ലൈക്ക് അവർ നമ്മളുടെ ക്യാമ്പസിലേക്ക് വരികയും നമ്മളുടെ ഇനീഷ്യൽ സെറ്റിംഗ് അപ്പ് പ്രോസസ്സിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളുടെ ഇൻറ്റേർണൽ ടീമിനുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ടീമിനുള്ള നോളജ് ട്രാൻസ്ഫർ, ഇതൊക്കെ തന്നെയും നമുക്ക് ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഫ്രം ദീസ് എക്സ്പേർട്സ് ആണ് നമ്മൾ വിചാരിക്കുന്നത്.